നമസ്കാരം, എല്ലാ പ്രിയ പ്രേക്ഷകർക്കും മരുഭൂമിയിലെ യാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് മരുഭൂമിയുടെ യാത്രയുമായി ഞങ്ങൾ ട്രാവൽ ചെയ്തെത്തിയിരിക്കുന്നത് ഒരു ട്രാവൽ എന്ന് പറയുമ്പോൾ തന്നെ ഒരു വാഹനം എത്തിയിരിക്കുന്നത് അബുദാബിയിലാണ്. അബുദാബിയിൽ വാഹനങ്ങളുടെ പ്രിയതോഴൻ അല്ലെങ്കിൽ വാഹനങ്ങളുടെ ഡോക്ടർ എന്ന് വിശേഷിപ്പിക്കാം സണ്ണി ജോസഫ് ആണ് നമ്മോടൊപ്പം എന്നുള്ളത്. റോസ് ആട്ടോ റിയർ വർക്ക്ഷോപ്പിൻ്റെ പ്രൊപ്രൈറ്റർ സണ്ണി ഏട്ടനാണ്. കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഇവിടെ എത്തിയ സണ്ണി ചേട്ടനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തിരക്കേറിയ ഈ സമയത്ത് ഞങ്ങളുടെ പ്രേക്ഷകർക്കൊപ്പം കുറച്ച് അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ഒത്തുകൂടിയതിന് നന്ദി അറിയിക്കുന്നു. സണ്ണി ചേട്ടാ, നമ്മുടെ ആ പഴയ കാലഘട്ടം ഒന്ന് ഓർത്ത് തുടങ്ങാം. നാട്ടിൽ ഇങ്ങോട്ട് വരാനുണ്ടായ ആ സാഹചര്യവും കാലഘട്ടവും ഒക്കെ ഒന്ന് അനുസ്മരിക്കാമോ? നാട്ടിൽ ഞാൻ ചെറുപ്പത്തിൽ തന്നെ വണ്ടി ഫീൽഡിലായിരുന്നു, ഡ്രൈവറായിട്ടില്ല. വളരെ ചെറുപ്പത്തിൽ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ തോന്നി ഇങ്ങോട്ട് ഗൾഫിലേക്ക് വരണം എന്ന് തോന്നി. കാരണം എനിക്കൊന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1982 സെപ്റ്റംബർ മാസം ഞാൻ ഇവിടെ വന്നു. എന്നിട്ട് പിന്നെ അത് എന്ന് വെച്ചാൽ ശരിയുള്ള വിഷയമൊന്നും അല്ലായിരുന്നല്ലോ, ഇല്ലീഗലായിട്ടൊക്കെ ആയിരുന്നു. അല്ല, ഞാൻ ഇതിൽ തന്നെ വേറെ വിധത്തിൽ വന്നു. പിന്നെ അങ്ങനെ ഒരു 3-4 വർഷം അങ്ങനെ നിന്നിട്ട് ഞാൻ പിന്നെ വേറൊരു വിസ അറേഞ്ച് ചെയ്തിട്ട് ഞാൻ നാട്ടിൽ പോയി പിന്നെ തിരിച്ച് ആ വിസയിൽ ഇങ്ങോട്ട് വന്നു. അവിടുന്ന് അപ്പം ഞാൻ ഇവിടെ 82 വന്നു കഴിഞ്ഞാലും ഈ മെക്കാനിക്കൽ ഫീൽഡിൽ ഹെൽപ്പറായിട്ട് നിന്ന് ഏകദേശം മെക്കാനിക്കലും പഠിച്ചു. അങ്ങനെ പിന്നെ ആ കൂട്ടത്തിൽ തിരിച്ചു പോയി രണ്ടാമത് വന്ന് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു. പിന്നെ മെക്കാനിക്കൽ പണിയും ആയിട്ട് അങ്ങനെ പോയി. ഒരു 2-3 വർക്ക്ഷോപ്പിലൊക്കെ ജോലി ചെയ്തു. കുഴപ്പമില്ലായിരുന്നു. 82 കാലഘട്ടം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നാട്ടിലെ ഒരു അവസ്ഥ വെച്ച് വാഹനങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. വാഹനങ്ങൾ വളരെ ആഡംബരത്തിന്റെ ഒരു സൈൻ മാത്രമായിരുന്നു. അന്നത്തെ കാലഘട്ടത്തും ഇങ്ങനെ ഒരു തൊഴിലിലോട്ട് താല്പര്യം തോന്നിയതിന്റെ ഒരു അല്ല, എനിക്ക് ചെറുപ്പത്തിൽ തന്നെ വണ്ടി ഉണ്ടായിരുന്നു. ഞാൻ ഈ 80 ജീപ്പ് ഉണ്ടായിരുന്നു. അന്ന് ജീപ്പ് സണ്ണിച്ചേട്ടൻ പണ്ട് തൊട്ടേ ആളൊരു പുലിയായിരുന്നു. ജീപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ആ ജീപ്പിന് പിന്നെ അങ്ങനെ ടാക്സിയിൽ ഓടിച്ച് അവിടെ തന്നെ വന്ന് പിന്നെ ആ ഒരു ഫീൽഡിലായതുകൊണ്ട് ഞാൻ ഇവിടെ വന്നു. അപ്പോൾ വേറെ ഫീൽഡിൽ തന്നെ കൊണ്ടുവിട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ട, എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും ഫീൽഡ് വേണമെന്ന് പറഞ്ഞ് ഈ ഫീൽഡ് തിരഞ്ഞെടുത്തു. ഇവിടെ വന്നിട്ട് മെക്കാനിക്കൽ ഞാൻ പഠിച്ചത്. ഇവിടെ വന്നിട്ട് പഠിച്ചു, കുഴപ്പമില്ലാതെ. പിന്നെ ഞാൻ ജോലിക്ക് നിന്ന് 2-3 വർഷപ്പ് ഒന്നും അവരും നല്ല ഇതായിട്ടായിരുന്നു നമ്മൾ പെരുമാറിയത്. കുഴപ്പമില്ല, അങ്ങോട്ട് പോയി. പിന്നെ ഇപ്പോൾ സ്വന്തമായിട്ട് തുടങ്ങിയിട്ട് 12 വർഷം ആയിട്ടുണ്ട്. 12 വർഷത്തോളായിട്ടുണ്ട്. അതുപോലെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് ഈ ഫോറിൻ വണ്ടി പണിയുന്നത് ഒരു പ്രത്യേക സംഘം അല്ലെങ്കിൽ ഒരു പ്രത്യേക ഫോറിൻ വണ്ടി പണിത് ശീലമുള്ളവര് നാട്ടിൽ തന്നെ ഫോറിൻ വണ്ടികൾ കൈവയ്ക്കുകയുള്ളൂ. ഇപ്പോഴും ഉണ്ട്. ഇപ്പം ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെ ഒരു ജീപ്പ് ആ നാട്ടിലെ പഠിച്ച പണി ഇവിടെ വന്നപ്പോഴേക്കും അതൊരു പ്രതിസന്ധിയായി വല്ലതും മാറിയായിരുന്നു? ഇല്ല, ഞാൻ പഠിക്കുന്നത് ഇവിടെ വന്നിട്ടാണ് പഠിക്കുന്നത്. അവിടെ ഡ്രൈവിംഗ് മാത്രമേ അറിയുള്ളൂ. ഇവിടെ വന്നിട്ടാണ് പഠിക്കുന്നത്. പക്ഷേ ഇവിടെ വന്ന് പഠിച്ചു കഴിഞ്ഞാലും എനിക്ക് വലിയ വ്യത്യാസം. കാരണം അവിടെ ഒന്നുമില്ലല്ലോ. ഇപ്പോൾ അംബാസഡർ കാറിനകത്ത് എന്താ ഉള്ളത്? ഇവിടെ ഒന്നും കാണാനില്ല. ഇവിടെ തുറക്കുമ്പോൾ തന്നെ ഫുള്ള് സാധനങ്ങളൊക്കെ ആയിട്ട്. എന്നാലും എനിക്ക് തോന്നുന്നു കുറച്ച് ഇതിനെപ്പറ്റി ഐഡിയ ഉണ്ടെങ്കിൽ അതൊന്നും പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. അവിടെ കഴിഞ്ഞാൽ ഇപ്പോൾ ഫോറിൻ വണ്ടിയിൽ അവിടെ ഇഷ്ടംപോലെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഇതേ ഉള്ളൂ. പഠിക്കാനുള്ള ഒരു താല്പര്യം വേണം. അപ്പോൾ പിന്നെ പ്രശ്നമില്ല, നമുക്ക് അങ്ങോട്ട് പോവാം. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു 2-3 വർഷത്തിൽ ജോലി ചെയ്യുന്നവർ എല്ലാവരുള്ള എന്നോട് നല്ല താല്പര്യം. കാരണം നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്തിരിക്കുന്നതായിരുന്നു. അന്നേരത്തെ അവരുടെ വിസ അല്ലെങ്കിലും ഞാൻ വെളിയിലെ വിസ ആണെങ്കിലും അവർക്ക് എന്നോട് വലിയ കാര്യമായിരുന്നു. ന്യൂ ഇന്ത്യ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞ ഒരു വർക്ക്ഷോപ്പിൽ ഞാൻ ഒരു 5-8 വർഷം ജോലി ചെയ്തു. ഇവിടെ തന്നെ ന്യൂ ഇന്ത്യ വർക്ക്ഷോപ്പ്. അപ്പോൾ അവരെന്നെ ആൾക്കാർ പറയുന്നത് സണ്ണിയുടെ വർക്ക്ഷോപ്പാണോ എന്ന് ചോദിക്കും. എന്ന് വെച്ചാൽ അത്ര ഇതിൽ പിന്നെ അവിടെ നിന്ന് എല്ലാം പഠിച്ചു. എന്നാണ് ഈ റോസ് തുടങ്ങിയത്, നമ്മുടെ സ്വന്തം സ്ഥാപനം റോസ് തുടങ്ങിയിട്ട് ഒരു സാഹചര്യം? അത് ഞാൻ ഈ ന്യൂ ഇന്ത്യ വർക്ക്ഷോപ്പിൽ നിന്ന് വിട്ടിട്ട് വേറൊരു വർക്ക്ഷോപ്പ് കൊടുക്കാണ്ടെന്ന് പറഞ്ഞൊരു റീമ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ അതിൽ വേറെ 2 പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടാനുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ ഞാനതെടുത്ത് അതിൽ പാർട്ട്ണർഷിപ്പ് ഒരാളുണ്ടായിരുന്നു. പിന്നെ അയാളായിട്ട് അത്ര നല്ല ഇതില്ലാത്തതുകൊണ്ട് പുള്ളിക്കാരന് ഞാൻ പറഞ്ഞു ഒന്നെങ്കിൽ നിങ്ങൾ എടുക്കാം അല്ലെങ്കിൽ ഞാൻ എടുക്കാം. എന്നാൽ പുള്ളിക്കാരൻ വേറെ പോയി, ഞാൻ വേറെ പോയി.
അങ്ങനെ ഇത് റോസ് തുടങ്ങിയത്. ഇന്ന് എത്രത്തോളം തൊഴിലാളികളുണ്ട്? നമ്മൾ ഇപ്പോൾ 18 പേരുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനും വൈഫ് ഇവിടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തി ഇപ്പോൾ നാട്ടിലുള്ളത്. ഇപ്പോൾ അടുത്ത മാസം വരും. ഒരു വർഷമായിട്ട് നാട്ടിലായിരുന്നു.